ഓ മൈ കണ്ണാ തുടങ്ങാം. എല്ലാരും പറ. റെഡി 1 2 3 ബാക്കി പറഞ്ഞോളാം. റെഡി 1 വാ. അവിടെ എന്തായാലും ഇതാക്കി തന്നെ എന്റെ ഫോണിൽ ഞാൻ തീരുമാനിക്കും. ഓക്കെ ഇതന്നെ തുടങ്ങാം. റെഡി 1 2 3 സ്റ്റാർട്ട്. ഹായ് ഗൈസ്. നമ്മൾ ഇന്ന് ഹൂ നോസ് മീ ബെറ്റർ ചെയ്യാൻ പോവാണ്. മാളു, അജു, അപ്പു അല്ല നിങ്ങൾ അറിയില്ലേ ചോദിക്കും. സ്ക്രീനിൽ ആൾക്കാരും പറഞ്ഞതാണ്. മൂന്നാളും എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്, ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. പക്ഷെ മാളു ഇല്ല ഈ ഗെയിമില്. അവളാണ് ഇല്ല മൈക്ക് വേണോ? ഞാൻ പറയട്ടെ. അപ്പൊ മാളു ഗെയിമിലില്ല. എന്താ വെച്ചാല് മാളു പുതിയ ആള്, അവരൊക്കെ പഴയ ആൾക്കാരാ, അവരൊക്കെ ഓൾഡ്. അപ്പം ഞാൻ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് മുമ്പുള്ള, അപ്പം ഇവർക്ക് അറിയില്ലേക്കും, ഇവർക്കായിരിക്കും അറിയാൻ ചാൻസ് ഉള്ളത്. അപ്പം എന്താ പറയാ, മാളു ഇവര് പറയുന്നത് എഴുതുന്നത് ശരിയാണോ എന്ന് നോക്കും. അപ്പൊ കട്ട് ചെയ്യാം. തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മൈ ടൈപ്പ് ഓഫ് ഗൈ സേ 2 തിങ്സ്. കാണാൻ എങ്ങനെ ഇരിക്കണം? എനിക്ക് ഇഷ്ടമുള്ള ഒരു പോലെ അല്ലേ? രണ്ട് കാര്യം. എഴുതാൻ പറ്റുന്നില്ല. ഒരു ബുക്കും പെണ്ണുണ്ട്, സുഖമായിട്ട് എഴുതി കൂടായിരുന്നോ? ടൈപ്പ് ചെയ്യാൻ പറ്റില്ല? നിങ്ങൾ നല്ല നോട്ട്സിൽ ടൈപ്പ് ചെയ്ത് കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചോ. മെസ്സേജ് മറന്നുകൊണ്ടിരുന്നോ? വാട്സാപ്പില് മെസ്സേജ് ഇടാനോ? ശരിയാണല്ലോ, അതാണോ ചെയ്യണേ? അജു ഇതിന്ന് പുറത്തായിരിക്കാണ്. അപ്പൊ ഞാൻ ജയിക്കും. എനിക്ക് മാർക്ക്. ഞാൻ യൂട്യൂബിൽ ഇടേണ്ടിരുന്നു തോന്നുന്നുണ്ട്. ഇത് ലോങ് വീഡിയോ. ലോങ്. ഇപ്പൊ മറ്റേ സൗണ്ട് ഇടണേ. ഏതാ അറിയോ? മറ്റേ ചീവിടുന്ന സൗണ്ട് ഇല്ലേ? രണ്ടെണ്ണം. ഓക്കെ റെഡി? ആരാ ഫസ്റ്റ് പറയുന്നത്? നീ പറ. Tall and lean, good hair and beard. ഡ്രോ ആയിപ്പോയി. നിങ്ങളൊരു ഫസ്റ്റത്തെ കറക്റ്റ്. ബിയേർഡ് ഇപ്പൊ കിട്ടുന്നെങ്കിലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ലാത്ത മൂഡ്. രണ്ട് ശരി. ഇപ്പൊ നിങ്ങൾക്ക് എന്താ അറിയില്ല, ഈ ക്വസ്റ്റ്യൻ മാലിനോട് ചോദിക്കണായിരുന്നു. ഓക്കെ നെക്സ്റ്റ്. അല്ല ആൻസർ പറയാ. ശരിയാണ്, കറക്റ്റ് ആണ്. കറക്റ്റ് പറഞ്ഞാൽ അല്ല, ഞാൻ എഴുതിയിട്ടുള്ള ആൻസർ എന്തായിരുന്നു അറിയാം? അല്ല, സ്ലിം ആൻഡ് he should be looks young. Yes. എനിക്ക് വയസ്സായി പോയിട്ട്, പക്ഷെ അവരെ കാണാൻ യങ്ങായിരിക്കണം. ഒരു ക്വസ്റ്റിനും ആൻസറും ഒരു ഫസ്റ്റ് റീം, സെക്കൻഡ് റീം അങ്ങനെ കൊണ്ടുവരും. അപ്പം രണ്ടാമത്തെ ക്വസ്റ്റ്യന്. ഫോർ മൈ 20th birthday, what did my brother gift me and how much did it cost? എന്റെ 28ാമത്തെ ബർത്ത്ഡേക്ക് ഏട്ടൻ എന്താ ഗിഫ്റ്റ് ചെയ്തത്? ആ ഗിഫ്റ്റിന്റെ പ്രൈസ് എത്രയാണ്? അനക്കാണ് മോനെ പ്രൈസ് അറിയാം. ആരെക്കാളും എന്നെ ക്രൂശിച്ചിട്ടുണ്ടാവും അതെന്നെ പറഞ്ഞിട്ട്. അത്ര പൈസ ചെലവായി എന്ന് പറഞ്ഞിട്ട്. പ്രൈസ് എനിക്ക് എത്ര ഓർമ്മയില്ല. ഒരു അറൗണ്ട് എത്ര ഉണ്ടോ? ആ എമൗണ്ട് അതുപോലെ നീ എന്നെ പറഞ്ഞ് സൂക്ഷിക്കാറുണ്ട്. ഓന്റെ അത്ര പൈസ പോയി, ഓന്റെ എത്ര പൈസ പോയത്? അല്ല അപ്പൊ ഇതിയോ രണ്ടു കൈന്
ഓക്കെ ഡൺ. അപ്പു ഇല്ല അപ്പുവാ. ഞാനല്ല പറഞ്ഞേ. ഡയമണ്ട് റിംഗ്. ഓക്കെ ഡയമണ്ട് റിംഗ്. റോങ് ആൻസർ. അന്ന് മാള് പറ. MacBook 1,10,000. 1,10,000. എനിക്ക് ഏറ്റവും മെമ്മറി ഉള്ളത് ഡയമണ്ട് റിംഗ്. ഡയമണ്ട് റിംഗ് എനിക്കത് ഓർമ്മ. What a lucky sister. 3 വർഷം മുന്നേ. അപ്പൊ നീ ഇവിടെയുള്ള ഇവിടുന്ന് നമ്മൾ അവിടെ സെലിബ്രേറ്റ് ചെയ്തു. ഓക്കെ നെക്സ്റ്റ്. അപ്പൊ അതില്ല കേട്ടോ ഇവർക്ക്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. 2 of my favorite fruits. എന്റെ ഫേവറേറ്റ് ഏറ്റവും ഇഷ്ടം, എനിക്ക് എല്ലാ ഫ്രൂട്ട്സും ഇഷ്ടമാണ്, പക്ഷെ അതിൽ എന്റെ ഫേവറേറ്റ് രണ്ടെണ്ണം. ഏതൊരു ഡണ്ണോ അവന് ഭയങ്കര അഹങ്കാരം. ഒറ്റ ശരിയാകുന്നില്ല അല്ലേ? കഴിഞ്ഞോ കഴിഞ്ഞു? ആ പറഞ്ഞാല് ഞാൻ പറയാം. റംബൂട്ടാനും വാട്ടർമെലനും. റംബൂട്ടാനും മറ്റേ ജാമില്ലേ ഞാറൊക്കെ. അതെന്താ ഞാറൊക്കെ മറ്റേ അതിഷ്ടല്ല. എനിക്ക് എല്ലാം ഇഷ്ടമാണല്ലോ, പക്ഷെ അപ്പൊ അജുനാണ് ശരി. നാലാമത്തെ ക്വസ്റ്റ്യൻ. Where did Appu and I meet? Say the place name. ഞാൻ നിന്നെ കണ്ടതോ നീ എന്നെ കണ്ടതല്ല, നമ്മൾ ഒരുമിച്ച് മീറ്റ് ചെയ്ത സ്ഥലം എവിടെയാണ്? ഒരു സ്ഥലത്ത് നമ്മൾ കണ്ടത്. ഒരു സ്ഥലത്ത്. അതിന്റെ പേരതാണോ എനിക്ക് ഓർമ്മയില്ല. എനിക്കും ഓർമ്മയില്ലായിരുന്നു. ഞാനും അതായത് നിങ്ങള് നിങ്ങൾ കുറച്ചു കാലം നിന്നതാണോ അല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ഞങ്ങൾ ഉണ്ടാകും മുഖാമുഖം കാണുന്നത്? ഓക്കെ. ഹായ് അനിഷ, അപ്പു, ഹായ്. ഓക്കെ ഡൺ. നന്ദി പറ. ദുബായ്. ചോക്കോ ട്രീ അല്ലേ? കൊക്കോട്രീ ഉണ്ട് നമ്മളെ വീട്ടിൽ തൊട്ടടുത്ത്. അവിടുന്ന് ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് ചോക്കോ ട്രീ. അടുത്ത ക്വസ്റ്റ്യനും ഇതേപോലെ തന്നെ. Where did Aju and I meet? Mention the place name. We called. ഇതൊന്നും റെക്കോർഡ് ആവുന്നില്ല കാരണം ഇത്രയും മോനെ ഞാനിപ്പോഴും എടുക്കുന്നത്. എനിക്ക് അതിന്റെ പേര് കിട്ടുന്നില്ല. എനിക്ക് എന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയത് ഞാനും അജു എഴുതുന്നത്. ഇപ്പൊ ഞാനും മീറ്റ് ഞാനും ഇവനെ ആദ്യമായിട്ട് വിളിക്കുന്ന പേരെന്താ? നമ്മൾ ആ സ്ഥലത്ത് നമ്മളെല്ലാരും ഒരു പേരാ വിളിക്കാം. എല്ലാവർക്കും അറിയാവുന്ന പേരാ. എല്ലാവർക്കും അറിയാം. അപ്പു വരാം. തറവാട്. ചാത്തൻസ് ഹോം. അങ്ങനെ താശി വീട് നമ്മൾ ആ വീടിന് എപ്പോഴും പറയാം. ചാത്തൻസ് ഹോം എന്ന് പറയും, പക്ഷെ താശി വീട് എന്നാണ് നമ്മൾ എല്ലാരും പറയാ. താശി വീട് അത് രണ്ടാക്കൂല. നോക്കുന്നുണ്ട് നീ. ചാത്തൻസ് ഹോം എന്നാണ് എഴുതിണ്ടായിരുന്നത്. താശി ഹോം എന്നാണ് നമ്മൾ പറയാ. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ. On which birthday did Appu do my moon tattoo? എന്റെ ഈ മൂൺ ടാറ്റു അപ്പുക്ക് ഒരു ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആയിട്ട് അങ്ങനെ ചെയ്തു തന്ന. അത് എത്രാമത്തെ ബർത്ത്ഡേക്ക് ആയിരുന്നു? എന്റെ 31ാമത്തേന്. അല്ല അപ്പുനൊന്നും ഞാൻ പറഞ്ഞില്ല. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൺഫ്യൂഷൻ ആവും, മറന്നു ഇയറും ആ മിണ്ടല്ലോ. ഇപ്പം ഇതാക്കട്ടെ. കഴിഞ്ഞോ? അപ്പുന്റെ കഴിഞ്ഞോ? മൈക്കിട്ടെഴുതോ കേൾക്കുന്നുണ്ട് പറയുന്നത്. പിന്നെ അതൊക്കെ ഓവറായിട്ട് കേൾക്കണം. എഴുതി 4 കൺഫ്യൂഷൻ ആണ്. അപ്പൊ ഓക്കെ
Correct. അജു correct. അല്ലേ 26. മേടിച്ചത് അവിടെ സ്കോർ നീ കണ്ടോ? എന്റെ ഇതിൽ ആ കണ്ടോ? ഞാൻ മുഖത്തേന്ന് ഞാൻ തരും നീ നോക്കിയില്ലേ? Okay. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ്. In which year did I go to Dubai for the first time? ഞാൻ Which year? ആദ്യമായിട്ട് ദുബായിൽ പോയ വർഷം. അത് അപ്പൂനെ അറിയാൻ മതിയാവും എന്താ വെച്ചാൽ അപ്പു ഉണ്ടായിരുന്നു അപ്പൊ അവിടെ. അപ്പൊ എവിടെയാ എനിക്ക് കറക്കി കുത്തല ഞാനും കറക്കി കുത്താണ്. ഓക്കെ പക്ഷെ ആ പോലെ ഓക്കെ ആദ്യം പറയാം. 2016 നീ പറ. അപ്പു എനിക്ക് ഡൗട്ട് ബിക്കോസ് അവൾ അവിടെ ഉണ്ടായിരുന്നു ഡ്രാമ രണ്ടു കൂടി നിർത്തിയത് എനിക്ക് മനഃപൂർവ്വം ഇത് എനിക്ക് അവളെ രക്ഷിക്കാൻ വേണ്ടിട്ട് മനഃപൂർവ്വം ഇല്ല കോമൺ അല്ല ഇത് മനഃപൂർവ്വം മനഃപൂർവ്വം അപ്പൊ എനിക്ക് ആ ക്വസ്റ്റ്യൻ അറിയില്ല. അങ്ങനെ ഓക്കെ നീ ആ രണ്ട് ക്വസ്റ്റ്യനും കൂടെ കഴിഞ്ഞ് ചോദിച്ചോ. അവിടെ തച്ച് പിരിയും. നോക്കല്ലേ ഓളൊക്കെ കിടന്ന വൈബ്രേഷൻ. പറയട്ടെ. ഐ ഓൾവേസ് വാണ്ടഡ് ടു വിസിറ്റ് എ കൺട്രി. എപ്പോഴും പോണെന്ന് എങ്ങനെ പറയും അവിടെ പോണം, എനിക്ക് അവിടെ പോണം. അറിയുന്നില്ല പക്ഷെ ഒരു കൺട്രിയാണ്. എപ്പോഴും എനിക്ക് അവിടെ പോണം, എനിക്ക് അവിടെ പോണം, എനിക്ക് അവിടെ പോയി സെറ്റിൽ ചെയ്യണം, അവിടെ ജോലി നോക്കിയാലോ, അങ്ങനെയൊക്കെ പറയും. അവിടെ എന്തുള്ളതൊന്നും അവർക്ക് അറിയില്ല പക്ഷെ എന്നാലും ഒരു എനിക്ക് ഫീൽ അവിടെ പോണം എപ്പോഴും പറയും. ക്ലൂ ആയിരുന്നു ഭയങ്കര വലിയ ക്ലൂ ആയി പോലും. അതിനകത്ത് സ്ലോ പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ആ സ്ഥലത്തിന്റെ എനിക്ക് ഇഷ്ടമുള്ള സാധനം അവിടെ ഉണ്ട്. ആ ഒരു വെതറാണ് അവിടെ. എനിക്ക് അങ്ങനത്തെ സ്ഥലങ്ങളാണ് ഇഷ്ടം. എനിക്കറിയില്ല ഞാൻ നല്ല മീനിലുണ്ട്. മീനില് മീൻ കരയില്. നീ കരയില്ല എനിക്ക് ക്ലൂ മനസ്സിലായില്ല. മീൻകറി അതാണോ മീൻകറിയാണോ നല്ല നമ്മൾ 100 ഞാൻ ഒരു ക്ലൂ കൂടി തരട്ടെ. 100 സീരീസിൽ ഒരാളെ പേരുമായി ഈ കൺട്രിയുടെ പേരിൽ അങ്ങനെ ഉണ്ട്. 100 സീരീസിൽ ഇവരുടെ ഒരു ഫിനിഷ് ലൈൻ ആണിത്. ആ ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറയുമ്പോൾ ആ കൺട്രിക്ക് ഒന്ന് പറയും, പക്ഷെ അത് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഞാൻ പറയില്ല. അതെന്താ എനിക്കറിയില്ല. എനിക്കറിയില്ല എഴുതി വെച്ചിട്ടുണ്ട് വെറുതെ അതൊന്നും ആയിരിക്കില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പറഞ്ഞു. സ്വിറ്റ്സർലാൻഡ് ഫിനിഷ് ലൈൻ ഞാൻ പറഞ്ഞില്ലേ. ആ ഫിൻലാൻഡ് Happiest country അല്ലേ? ഫിൻലാൻഡ് ആ കപ്പിളിന്റെ തൊട്ട് താഴത്ത് സ്വിറ്റ്സർലാൻഡിലെത്തിയ ഓക്കെ. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് ഇല്ല കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 10 ക്വസ്റ്റ്യൻ കൊണ്ട് 9 ക്വസ്റ്റ്യൻ എഴുതിയിട്ടുള്ളൂ. പത്താമത്തെ ചോദിക്കട്ടില്ല. വൈ ഡിഡ് ഐ ഗോ ടു തായ്ലാൻഡ്? ഞാൻ എന്തിനാ തായ്ലാൻഡിൽ പോയത്? അതിപ്പോ എങ്ങനെ പറയാ അയ്യേ ഷട്ട് അപ്പ്. നല്ലൊരു ഇതായിരിക്കും. ഈ അതിപ്പോ എനിക്ക് പറയാം. അങ്ങനൊന്നുമില്ല. കോപ്പടിക്കേണ്ടതല്ല മോളെ ആരാ പോ മുഖത്തുനിന്ന് വായിച്ചെടുക്കാൻ വേണ്ടിട്ടായിരുന്നു. ഡാൻ ഞാൻ എഴുതിയതല്ല ഞാൻ പറഞ്ഞത് എന്താണ് ചെറിയ കളി പട്ടിയാണല്ലോ നീ. കഴിഞ്ഞോ? പറഞ്ഞോ അവനോട് പറഞ്ഞോ. അവിടെ അവിടെ നമ്മുടെ ഫ്രൂട്ട്സ് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, കൾച്ചർ എന്താ അറിയണമെന്നുണ്ട്, മസാജ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ചെയ്തു. അത് മാത്രമല്ല ക്യാമറയിൽ പറയാൻ പറ്റാത്തത് നീ ചെയ്തു. അല്ല ഞാൻ ഒറ്റ കാര്യം എപ്പോഴും പറയാം. നീ വരും ഒരു ഇവ ബിഗ് ബോസ് പോലെ അതിലാളെ മറ്റേ എന്നെ വേറൊരാളെ ചിത്രീകരിക്കുക അങ്ങനല്ല. ഞാൻ ഒറ്റ കാര്യം ഞാൻ എന്തിനാ തായ്ലാൻഡിൽ പോകുന്നത്, എനിക്ക് ഇത് എനിക്ക് പോലും പോണം, ഇതിന് പോണം പറയുന്നു. പോണം അമ്മയോട് ഞാൻ പറഞ്ഞില്ല തിരിച്ച് അവിടെ വീട്ടിലേക്ക് എത്താം. അപ്പു പറ. ട്രൈ ചെയ്യാനുള്ള അപ്പു ഏത് കാണിക്കേ? പറയാണോ കറക്റ്റ്. അപ്പു ആണ് കറക്റ്റ് ആൻസർ പറഞ്ഞത്. അല്ല ഫ്രൂട്ട്സ് ട്രൈ ചെയ്യാന്നല്ലേ ഞാനും പറഞ്ഞത്. നീ മസാജ് ഒക്കെ ആദ്യം പറഞ്ഞതാ നിനക്ക് ഫ്രൂട്ട്സ് കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, മസാജ് ചെയ്യണം. അങ്ങനെ ഞാൻ പറയാം. തായ്ലൻഡ് പോണെങ്കിൽ അവിടുത്തെ ഫ്രൂട്ട്സ് എല്ലാം ട്രൈ ചെയ്യണം. അങ്ങനെയാണ് ഞാൻ പറയാം എപ്പോഴും. ഞാൻ മസാജ് ചെയ്തിട്ടുണ്ട്. ഏത് അർത്ഥത്തിലാണ് നിങ്ങൾ ബാഡ് ആയിട്ട് പറയാ? Bad ആണെന്ന് പക്ഷെ എങ്ങനെയാ നിങ്ങൾ ചെയ്യാ? ഞാൻ മസാജ് ചെയ്ത് നീ
അച്ഛൻ ചെയ്ത് എല്ലാവരും ചെയ്ത് നമ്മൾ ഒരുമിച്ചിരുന്നത് ഇല്ല. അല്ല അത് പച്ചക്കള്ളം ഇവനും ഏട്ടനും വേറെ പോയി ഞാനും അമ്മ അച്ഛനും ഒരുമിച്ച് ചെയ്തു അത് ഞങ്ങൾക്ക് അറിയില്ല ഞാൻ ഇവിടെ എനിക്കറിയില്ല. ഓഹോ ഹാപ്പി എൻഡിങ് ഗൈസ്. ഓക്കെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 10th ക്വസ്റ്റ്യൻ ഞാൻ നമ്പർ ഇടാനുണ്ട്. When I go to a cold place, what is the one thing I always want to do there? തണുപ്പുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് അതൊന്ന് ചെയ്യണം ഇത് ചെയ്യണം എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇപ്പൊക്കെ എപ്പോഴും എവിടെയും പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യണം അതിനല്ലേ പോകുന്നത്. സൈലന്റ് പോയാൽ അത് ചെയ്യണം. എനിക്കറിയില്ല. തണുപ്പുള്ള സ്ഥലത്ത് പോയിട്ട് എനിക്ക് ഇത് ചെയ്യണം ഞാൻ പറയും. വീഡിയോസ് എല്ലാം കാണുമ്പോൾ റീൽസിലൊക്കെ കാണുമ്പോഴൊക്കെ ഞാൻ പറയും. പക്ഷെ അത് ഞാൻ ചെയ്യുവാൻ എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ചെയ്യണം ഞാൻ പറയും. എഴുത എന്തെങ്കിലും എഴുതാം. ഇതിനിപ്പം മൈനസ് പോയിന്റ് -2 സാരിയിൽ ഡാൻസ് ചെയ്യണമെന്ന് പറഞ്ഞ സാധനല്ലേ? അല്ല റോങ് ആൻസർ. ഓക്കെ അത് പറയാം. തണുപ്പ് ആസ്വദിക്കണം. എങ്ങനെയാണോ മഞ്ഞത്ത് ഒന്നുകൂടെ അങ്ങനത്തെ ഡ്രസ് ഇട്ട് പോകണം. മഞ്ഞ ഡ്രസ് വാങ്ങിച്ചിട്ടുണ്ടോ? മഞ്ഞ ഡ്രസ്സായിരിക്കും. നാളെ പറഞ്ഞാൽ അഞ്ജുവിന് തണുപ്പുള്ള സ്ഥലത്ത് പോയിട്ട് തണുപ്പുള്ള വെള്ളത്തിൽ ചാടി മറ്റേ ഐസ് ബാത്ത് ചെയ്യണം. ഞാൻ അങ്ങനെ ഇതൊക്കെ ഞങ്ങളൊക്കെ ഇല്ലാലോ. ഇതൊന്നും ഞങ്ങളൊക്കെ ഇല്ല കേട്ടോ. ഞങ്ങൾക്കറിയില്ല. ഞാൻ അറിയില്ല. ഞാൻ അങ്ങനെ വീഡിയോ എന്തെങ്കിലും ചെയ്യണം നമുക്ക് ചെയ്യണം ഒക്കെ പറയാനുണ്ട്. എല്ലാം ആലോചിക്കുക. ഇതിങ്ങനെ നീങ്ങുണ്ടോ? ഒന്നുമില്ലല്ലോ. നിർത്തി കുറച്ച് ഞാൻ കുറച്ചുകൂടെ നല്ലൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചു. വെരി ബാഡ്. അജുവത്തില് അപ്പു ജയിച്ചു. ഞാൻ നോക്കി. എന്താ ഗിഫ്റ്റ്? 1000 രൂപ കൊടുക്കാൻ നിന്നു. പക്ഷെ ഡിസപ്പോയിന്റഡ്. അപ്പൊ ഇല്ല അപ്പൊ പ്രൈസ് ആർക്കില്ല. ഞങ്ങൾ അത്ര സമയം എത്ര പോയി എന്റെ ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഞാൻ മദ്യം ഞാൻ വാങ്ങിക്കാം. കുടിക്കോ? ഞാൻ കുടിക്കില്ല. അപ്പൊ കയ്യിൽ നന്ദി നമസ്കാരം. ബൈ ഗായ്സ്. റെക്കോർഡ് അല്ലെങ്കിൽ മൊത്തം വീണ്ടും ചെയ്യണം. ഇതാവുമ്പോ ഇനി അടുത്ത റൗണ്ടിലേക്ക്